ഹായ്, വെൽക്കം ടു ഐലേൺ IAS ഇഗ്നൻ ഫൗണ്ടേഷൻ ന്യൂസ് പേപ്പർ അനാലിസിസ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഓഗസ്റ്റ് 19 ന്യൂസ് ആണ്. നമ്മൾ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലത്തെ അനാലിസിസ് തന്നെയാണ് ഈ ഒരു സെഷനിലും ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്നത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ രണ്ട് ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് ആണ് നോക്കുന്നത്. വൺ അബൌട്ട് എത്തനോൾ ബ്ലെൻഡിങ്, ദെൻ ഹോണർ കില്ലിംഗ് ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ ഒരു എക്സ്പ്ലെയിൻ ഉണ്ട്. നമ്മുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ നമ്മുടെ ജെല്ലി ഫിഷസ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദിബ്രു സൈക്കോവ നാഷണൽ പാർക്ക് റിലേറ്റഡ് ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. നമ്മുടെ പാർലമെന്റിൽ കുറെ ബില്ലുകൾ പാസ്സാക്കിയിട്ടുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ട്. അതിനകത്ത് ഒന്നാണ് ഇന്ത്യൻ പോർട്ട് ബില്ല്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എന്തൊക്കെയാണ് നോക്കാം. ദ ഫസ്റ്റ് ആർട്ടിക്കിൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എത്തനോൾ ബ്ലെൻഡിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എത്തനോൾ ബ്ലെൻഡിങ് ആയിട്ടുള്ള ഒരു എഡിറ്റോറിയൽ എടുത്തിരുന്നു. അപ്പോൾ ഇന്നലെയും ഇന്നും രണ്ടും ന്യൂസ് പേപ്പറിലും കുറച്ച് ദിവസങ്ങളായിട്ട് എത്തനോൾ ബ്ലെൻഡിങ്ങിനെ കുറിച്ച് വളരെയധികം ആർട്ടിക്കിൾസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് UPSC പെർസ്പെക്റ്റീവില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇയറിൽ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് എത്തനോൾ ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. പിന്നെ ഈ വന്നിട്ടുള്ള ഈ രണ്ട് എക്സ്പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പ്ലെയിൻസുകളാണ്. കൃത്യമായിട്ട് എന്താണ് എത്തനോൾ ബ്ലെൻഡിങ്, അതുപോലെ തന്നെ അതിന്റെ ഇമ്പാക്ട്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് ന്യൂസ് ആർട്ടിക്കിൾസ് നിങ്ങൾ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നല്ല രീതിയിൽ ഫ്രെയിം ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെ, എന്താണ് എത്തനോൾ ബ്ലെൻഡിങ്, അതിനുപയോഗിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെ, അതുകൊണ്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റുകൾ, നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റുകൾ, അങ്ങനെ നല്ല രീതിയിൽ നമുക്കൊരു മെയിൻസ് ആൻസർ സ്ട്രക്ചർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും ഈ ഒരു ആർട്ടിക്കിൾ നോക്കാന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ എന്തുകൊണ്ട് എഡിറ്റോറിയൽസ് നോക്കണം എന്നുള്ളൊരു കാര്യമാണ്. അതായത് നമ്മൾ എഡിറ്റോറിയൽസ് അതുപോലെ തന്നെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് നോക്കുന്നത് നമുക്ക് രണ്ട് ബെനിഫിറ്റ് ആണുള്ളത്. ഒന്ന്, നമ്മുടെ മെയിൻസ് ആൻസർ എഴുതുന്ന സമയത്ത് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവ്സ് എഴുതാനായിട്ട് പറ്റും. കാരണം ഡിഫറെന്റ് ആളുകളുടെ ഒപ്പീനിയൻസ് ഉണ്ട്. അപ്പൊ അത് നമ്മുടെ മാർക്ക് നമുക്ക് ആഡ് ഓൺ ചെയ്യിക്കാനായിട്ട് സാധിക്കും. ദെൻ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് പ്രിലിംസിൽ സെക്കൻഡ് പേപ്പർ ഉണ്ടല്ലോ നമ്മുടെ സിസാറ്റിൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പൊ ആ ഒരു ഭാഗം നമുക്ക് സ്പീഡാക്കാനായിട്ട് നമ്മൾ ഈ എഡിറ്റോറിയൽസ് അതുപോലെ തന്നെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റും വായിക്കുമ്പോൾ നമ്മുടെ സ്പീഡപ്പ് ചെയ്യാനും നമ്മുടെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ നമ്മുടെ GS3 എൻവയോൺമെന്റിലെ എനർജി റിലേറ്റഡ് ഭാഗങ്ങളാണ് നമ്മൾ അതുപോലെ തന്നെ ഈ ഒരു എത്തനോൾ ബ്ലെൻഡിംഗ് എന്ന് പറയുന്ന സെഷൻ വരുന്നത്. ദെൻ ഞാൻ എഡിറ്റോറിയലിൽ എന്താണ് ഇന്ത്യയുടെ ബയോഫ്യുവൽ പോളിസി എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങൾ ഏത് വർഷമാണ് ഇന്ത്യയുടെ ബയോഫ്യുവൽ പോളിസി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തതെന്നുള്ള ആ ഒരു ഇയർ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പൊ നമുക്ക് പെട്ടെന്ന് നോക്കാം എന്താണ് എത്തനോൾ ബ്ലെൻഡിംഗ് എന്ന് പറയുന്നത്. എത്തനോൾ ബ്ലെൻഡിംഗ് എന്തായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതായത് 20% എത്തനോളിനെ നമ്മുടെ നോർമൽ പെട്രോളുമായിട്ട് ബ്ലെൻഡ് ചെയ്യുക ബൈ 2025 ആകുമ്പോഴത്തേക്കും നോർമൽ പെട്രോളുമായിട്ട് 20% എത്തനോളിനെ ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ എത്തനോൾ ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. ഇതിന്റെ ഗോൾ എന്ന് പറയുന്നത് രണ്ട് കാര്യമാണ്. ഒന്നെന്തായിരുന്നു, കാർബൺ എമിഷൻ കുറയ്ക്കുക എന്നുള്ളത്. മറ്റൊന്ന്, നമ്മുടെ ഫോറിൻ കൺട്രീസിൽ നിന്നുള്ള എത്തനോളിന്റെ പെട്രോളിന്റെ ഇമ്പോർട്ട് കുറയ്ക്കുക. ഈ രണ്ട് ഗോളാണ് നമ്മൾ എത്തനോൾ ബ്ലെൻഡിങ് വഴി ഉദ്ദേശിച്ചിരിക്കുന്നത്. ദെൻ എത്തനോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്തനോൾ എന്ന് പറഞ്ഞാൽ അതൊരു ഈഥൈൽ ആൽക്കഹോൾ ആണ്, ബയോഫ്യുവൽ ആണ്. ബയോഫ്യുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്ലാന്റിന്റെ വേസ്റ്റ്, അതിൽ നിന്നൊക്കെ ബയോമാസിൽ നിന്ന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പെട്രോളിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഡീസലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബയോഫ്യുവൽ എന്ന് പറയുന്നത്. ഈ ബയോഫ്യുവൽസ് നമ്മൾ, അതായത് എത്തനോള് നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള ബയോമാസിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ബൈ പ്രൊഡക്ട്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞത് മൊളാസസ് പറഞ്ഞിരുന്നു. മൊളാസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷുഗർ കെയിനിൽ നിന്ന് ഷുഗർ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് മൊളാസസ് എന്ന് പറയുന്നത്. ഈ മൊളാസസിന് നമ്മൾ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് C ഹെവി മൊളാസസ്, മറ്റൊന്ന് B ഹെവി മൊളാസസ്. ദെൻ അതർ ഇത് പറയുന്നത് ഷുഗർ കെയിൻ ജ്യൂസ്, ഷുഗർ, അതേപോലെ തന്നെ ഷുഗർ സിറപ്പ്, ഡാമേജ്ഡ് ആയിട്ടുള്ള ഫുഡ് ഗ്രെയിൻസ്, അതായത് നമ്മുടെ ബ്രോക്കൺ റൈസ്, മെയ്സ്, സെല്ലുലോസ്, ലിഗ്നോ സെല്ലുലോസ് മെറ്റീരിയൽസ് ഒക്കെ എന്താണ്?
നമുക്ക് എത്തനോള് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന വസ്തുക്കളാണ്. അപ്പോൾ നമ്മുടെ ഷുഗർ കെയിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആണ് മൊളാസസ് എന്ന് പറഞ്ഞു. ഈ മൊളാസസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 40% ഷുഗർ കണ്ടന്റ് ഉണ്ടാവും. ദെൻ സി മൊളാസസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു 28 to 32% ഷുഗർ ആണ് സി മൊളാസസിൽ ഉണ്ടാവുന്നത്. ദെൻ 48 to 52% ഷുഗർ ആണ് ഇവിടെ ഉണ്ടാവുന്നത് ബി മൊളാസസിൽ ഉണ്ടാവുന്നത്. ഈ മൊളാസസിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? മൊളാസസിനെ നമ്മൾ ഈസ്റ്റ് ഉപയോഗിച്ചിട്ട് ഫെർമെന്റ് ചെയ്യിക്കുകയാണ്. ഈ ഫെർമെന്റേഷൻ പ്രോസസ്സ് വഴി എന്താണ് നമുക്ക് എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ലൈഫിൽ നിന്നുള്ളൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ജിഞ്ചർ സോഡ ഉണ്ടാക്കാം. കുറച്ച് യൂട്യൂബിലൊക്കെ വന്നിട്ടുള്ള ഒരു കാര്യമാണ് ജിഞ്ചർ സോഡ ഉണ്ടാക്കുന്നത്. അതായത് നമ്മളൊരു കുപ്പിയിലോട്ട് ജിഞ്ചറും ഷുഗറും വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കുക. അപ്പൊ 2-3 ദിവസം കഴിഞ്ഞ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഒക്കെ വരും, ഫിസി ആയിട്ട് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇതേ പ്രോസസ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എത്തനോൾ പ്രൊഡക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ നമ്മൾ ഇവിടെ പറയുന്ന വേറെ 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ എത്തനോളിന്റെ എഫിഷ്യൻസി പറയുന്നത് നമ്മൾ 2 ടേം വെച്ചിട്ടാണ്. അതെന്തൊക്കെയായിരുന്നു? ഒന്ന് കാലോറിഫിക് വാല്യൂ, അതുപോലെ തന്നെ ഒക്ടേൻ നമ്പർ. ഒക്ടേൻ നമ്പർ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. കാലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എനർജിയുടെ ഈൽഡ്, അതായത് ഹൈ കലോറി എന്ന് പറഞ്ഞാൽ മോർ എനർജി ഉണ്ട്. അതായത് എത്തനോളിന്റെ കാലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് പെട്രോളിനേക്കാളും കുറവാണ്. അതുകൊണ്ട് തന്നെ പെട്രോൾ ആണ് ഹൈ കാലോറിഫിക് വാല്യൂ ഉള്ളത് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് എന്താണ് എത്തനോൾ കൂടുതൽ വേണ്ടി വരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ വരുന്നത്. ദെൻ നമുക്ക് ഇവിടെ പറയുന്ന നമ്മൾ എത്തനോൾ ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നത്തെ കുറിച്ച് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോഴും പറയുന്നത് എന്താണ്? എത്തനോൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് നമ്മുടെ പെട്രോൾ ടാങ്കിന് കൊറോഷൻ ഉണ്ടാവാൻ കാരണമാണെന്ന് പറഞ്ഞു. അതിനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ എത്തനോളിന് ടെൻഡൻസി ടു അറ്റാച്ച് ആൻഡ് അട്രാക്ട് വാട്ടർ മോളിക്യൂൾസ് ടു ഇറ്റ് സെൽഫ്. ഈ എത്തനോൾ എപ്പോഴും വാട്ടർ മോളിക്യൂൾസിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇത് വാട്ടർ ടാങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവും. അത് വാട്ടർ ടാങ്ക് അല്ല, അവരുടെ ഫ്യൂവൽ ടാങ്കിന് കൊറോഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ മെയിൻ എത്തനോൾ ഉപയോഗിക്കുന്നതിൽ പ്രശ്നം പറഞ്ഞിട്ടുള്ളത് വെഹിക്കിൾ ഓണേഴ്സ്, അതുപോലെ തന്നെ മാനുഫാക്ചേഴ്സ് ആണ്. അതായത് ഓൾഡ് വെഹിക്കിൾസിനൊക്കെ തന്നെ ഇതിന് പറ്റിയിട്ടുള്ള ടെക്നോളജി അല്ല. അതുകൊണ്ട് തന്നെ എന്താണ് അത് ആ ഒരു വെഹിക്കിൾസിന്റെ കൊറോഷന് കാരണമാകുന്നു, ടാങ്കിന് കൊറോഷൻ ഉണ്ടാക്കുന്നു. അത് മാത്രമല്ല, കൊറോഷൻ ഉണ്ടാക്കുക മാത്രമല്ല, റസ്റ്റ് പാർട്ടിക്കിൾസ് അവിടെ വന്ന് ക്ലോഗ് ചെയ്യാൻ കാരണമാവുന്നുണ്ട്. ദെൻ എത്തനോൾ ഉപയോഗിച്ചിട്ടുള്ള പെട്രോൾ ഉപയോഗിക്കുന്ന വെഹിക്കിൾസ് ഡെയിലി യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് സ്റ്റാർട്ടിങ് പ്രോബ്ലം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മുടെ ഈ ഇതിന് ഉപയോഗിക്കണേ എത്തനോൾ ബ്ലെൻഡഡ് ആയിട്ടുള്ള പെട്രോൾസ് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ E20 ഫ്യൂവൽസ് ആണ് അതിന് താല്പര്യമായിട്ടുള്ള. BS4 അതുപോലെ തന്നെ BF6 വെഹിക്കിൾസ് ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ് ഈ ഒരു ഇതിനകത്ത് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആർട്ടിക്കിളിൽ നമ്മൾ ഈ എത്തനോൾ ബ്ലെൻഡിങ്ങിന്റെ ഇമ്പാക്റ്റുകൾ എന്താണ് എന്ന് പറയുന്നത്. എത്തനോൾ ബ്ലെൻഡിങ്ങിന് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്തായിരുന്നു? നമ്മുടെ എത്തനോളിന്റെ ഒപ്പം തന്നെ എന്താണ് അതിനകത്ത് എയർ കണ്ടന്റ് ഉണ്ട്, നമ്മുടെ ഓക്സിജൻ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വേറൊരു ഓക്സിജന്റെ ആവശ്യമില്ല അത് ബേൺ ചെയ്യാനായിട്ട്. അങ്ങനെ വരുമ്പോൾ NOx മുതലായിട്ടുള്ള എമിഷൻസ് വളരെ കുറവാണ് എത്തനോൾ ബ്ലെൻഡഡ് ആയിട്ടുള്ള പെട്രോളിന്. അപ്പൊ നമുക്കിവിടെ കുറച്ച് എന്താ പറയാ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിന്റെ പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ നോക്കാം. എത്തനോൾ ബ്ലെൻഡഡ് ആയിട്ടുള്ള പെട്രോൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻസ് കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ബയോമാസസ്, നമ്മുടെ ഷുഗർ കെയിൻ ഇങ്ങനെയുള്ള ഇതുകളിൽ നിന്നാണല്ലോ എത്തനോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന വേസ്റ്റ് ആയിട്ട് വരുന്ന ഈ പ്രൊഡക്റ്റുകൾ ഫാർമേഴ്സിന് ഗവൺമെന്റിന് വിൽക്കാനായിട്ട് പറ്റും. അപ്പൊ അതുവഴി അവർക്ക് എന്ത് ചെയ്യാം? അവരുടെ ഇൻകം നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എത്തനോൾ ബ്ലെൻഡിങ് കൂട്ടുന്ന സമയത്ത് എന്താ, നമ്മുടെ ഓയിൽ ഇമ്പോർട്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ എൻവയോൺമെന്റിന് ഭയങ്കര രീതിയിൽ ബെനിഫിറ്റ് ആണ്. എൻവയോൺമെന്റ് ബെനിഫിറ്റ്സും നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിന്റെ പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇത് അഗ്രികൾച്ചറിൽ കുറച്ചധികം ഇമ്പാക്റ്റുകൾ വരുന്നുണ്ട്.
ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഫാമേഴ്സിന് ഇൻകം കിട്ടുന്നുണ്ട്. ദെൻ അവിടെ ഉണ്ടാവാനായിട്ടുണ്ടാവുന്ന ഒരു നെഗറ്റീവ് ഇഫക്റ്റ് എന്തായിരിക്കും? നമ്മൾ എന്താ കൂടുതൽ എത്തനോളിന് നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത് ഷുഗർ കെയിൻ ആണ്. ഷുഗർ കെയിൻ എന്ന് പറഞ്ഞ ഒരു ക്രോപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കൂടുതൽ വാട്ടർ ആവശ്യമായിട്ടുള്ള ഒരു ക്രോപ്പാണ്. വെള്ളം കൂടുതൽ ആവശ്യമാണ് ഷുഗർ കെയിന്. അപ്പോൾ അതുകൊണ്ട് എന്താ പ്രശ്നം വരിക? ആ ഒരു ഏരിയയിലെ വാട്ടറിനെ ഫുള്ളായിട്ട് ഈ ഷുഗർ കെയിൻ വലിച്ചെടുക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ അണ്ടർ വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ സ്കേസിറ്റി ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് about 60 to 70 ton of water required to cultivate 1 ton of sugarcane. 1 ton sugarcane cultivate ചെയ്യണമെങ്കിൽ 60 to 70 ton of water ആവശ്യമാണ്. അത് ഗ്രൗണ്ട് വാട്ടർ സ്കേസിറ്റി ഉണ്ടാവുന്നുണ്ട്. ഇവിടെ വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഗ്രൗണ്ട് വാട്ടറിനെ കൂടുതൽ നമ്മൾ എക്സ്ട്രാക്ഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ഇങ്ങനെ ഷുഗർ കെയിൻ റിലേറ്റഡ് പൈസ കിട്ടും എന്ന് പറയുന്ന സമയത്ത് ആളുകൾ എന്ത് ചെയ്യും? കർഷകർ കൂടുതലായിട്ട് ഫുഡ് ക്രോപ്പുകൾ വിട്ടിട്ട്, ഇപ്പൊ റൈസും ഗോതമ്പും ഒക്കെ വിട്ടിട്ട് എന്ത് ചെയ്യാം? ഷുഗർ കെയിൻ കൾട്ടിവേറ്റും ചെയ്യാനായിട്ട് തുടങ്ങും. അതെന്താവും? അത് അൺസസ്റ്റൈനബിൾ അഗ്രികൾച്ചറിന് കാരണമാകും. അതുപോലെ തന്നെ ലാൻഡ് ഡീഗ്രഡേഷനൊക്കെ കാരണം ആവുന്നുണ്ട് എന്ന് പറയുന്നു. ദെൻ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഷുഗർ കെയിന് പകരം നമുക്ക് വേറെ എന്തൊക്കെയാ, നമ്മുടെ റൈസ്, മെയ്സ്, കോൺ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അത് നമ്മൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ ഫുഡ് ആവശ്യത്തിനായിട്ടുള്ളത് കുറയും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ ഫുഡ് സ്കേസിറ്റിക്ക് കാരണമാവുന്നുണ്ട്. ദെൻ ഇമ്പോർട്ട് കൂടും. അപ്പൊ നമുക്ക് അത് എന്താണ്? പൈസ കൂടും. അപ്പൊ അതൊരു പ്രശ്നമാണ്. ദെൻ ഇങ്ങനെയുള്ളൊരു എത്തനോൾ ആയിട്ടുള്ള പെട്രോൾസ് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് വെഹിക്കിൾസ് EVs വേണം. അപ്പൊ ആ ഒരു EVs പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ? കൂടുതലായിട്ട് റയർ എർത്ത് എലമെന്റ്സുകൾ വേണ്ടി വരുന്നു. ഈ റയർ എർത്ത് എലമെന്റ്സുകൾ നമുക്ക് ഇവിടെ കുറവാണ്. നമ്മൾ പുറത്ത് കൺട്രീസിൽ നിന്നാണ് കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ചൈന പോലുള്ള കൺട്രീസ് ആണ് റയർ എർത്തിന് കൂടുതലായിട്ട് എക്സ്ട്രാക്ഷൻ ചെയ്യുന്നത്. അപ്പൊ ആ കൺട്രീനൊക്കെ നമ്മൾ എന്താ ചെയ്യുക? ഇതിന്റെ പേരിൽ അവരെ കൂടുതൽ നമ്മുടെ സപ്ലൈസ് ഒക്കെ കൂട്ടേണ്ടി വരും. അത് നമുക്ക് കുറേയധികം റിസ്ക് ഒക്കെ ഉണ്ടാവാനായിട്ട് കാരണം ആവുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 2 ആർട്ടിക്കിളായിട്ട് പറയുന്നത്. അപ്പൊ മെയിൻ പോയിന്റ്സ് ഒക്കെയാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. ബാക്കി നിങ്ങൾ ഈ ഒരു ന്യൂസ് വായിക്കാം. ദെൻ നെക്സ്റ്റ് ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റിൽ വന്നിട്ടുള്ളത് ഹോണർ കില്ലിംഗ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ദുരഭിമാന കൊലകളെ കുറിച്ചുള്ളൊരു ന്യൂസ് ആണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ജാതി സിസ്റ്റം, കാസ്റ്റ് സിസ്റ്റം ആയിട്ട് നിലനിൽക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഹോണർ കില്ലിംഗ് എന്ന് പറയുന്നത്. ദുരഭിമാന കൊല എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അതായത് ഒരാളുടെ കാസ്റ്റ്, നമ്മൾ ജനിക്കുമ്പോൾ മുതൽ, ഒരു കുട്ടി ജനിക്കുമ്പോൾ മുതൽ അവരുടെ അതിനകത്ത് കാസ്റ്റ് അടിച്ചേൽപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടല്ല കാസ്റ്റ് നിലനിൽക്കുന്നത്. കാസ്റ്റ് പോകുന്നത് ഫ്രം ഒരു ഫാമിലി, കമ്മ്യൂണിറ്റി, അങ്ങനെ ഒരു സ്ട്രക്ചറിൽ കൂടെയാണ് കാസ്റ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം പോകുന്നത്. ഈ ഒരു കാസ്റ്റ് സിസ്റ്റം നമ്മൾ കുറച്ച് കൊണ്ടുവരാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അത് എന്താണ്? ഫാമിലി പരമായി നിൽക്കുന്നത് കൊണ്ടും സൊസൈറ്റിയുമായിട്ട് കൂടി കലർന്ന് നിൽക്കുന്നത് കൊണ്ടും കാസ്റ്റ് സിസ്റ്റം നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ കുറഞ്ഞു വരുന്നും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ കാസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. നമ്മുടെ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നതിന് വളരെയധികം മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു കുട്ടിയിൽ കുറച്ച് കസ്റ്റംസ് ആയിട്ട്, ഇപ്പൊ ജനിക്കുമ്പോൾ മുതലുള്ള ചടങ്ങുകൾ മുതൽ ആ കുട്ടിയിൽ കാസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ കുട്ടികളുടെ അടുത്ത് ഈ പറയുന്ന അവരുടെ കാസ്റ്റിൽ പറ്റാത്ത ആളുകളുമായിട്ട് സംസാരിക്കാൻ പാടില്ല, കൂട്ടുകൂടാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ദെൻ കാസ്റ്റ് ഏറ്റവും കൂടുതൽ വരുന്നത് എവിടെയാണ്? മാരേജ് റിലേറ്റഡ് കാര്യങ്ങൾ വരുമ്പോഴാണ്. മാരേജ് വരുമ്പോൾ എങ്ങനെ വന്നാലും ആളുകൾ എന്താ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്? അവരുടെ സെയിം കാസ്റ്റിൽ നിന്ന് തന്നെയുള്ള മാരേജ് ആണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നതൊക്കെ. അപ്പൊ അത് നമ്മൾ ഇൻഡയറക്റ്റ്ലി കാസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യാണ് അവിടെ വരുന്നത്. അത് പക്ഷെ നമ്മൾ ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളം, തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളൊക്കെ കുറച്ച് എക്കണോമിക്കലി അതുപോലെ തന്നെ സാക്ഷരതാപരമായിട്ടും മുകളിലോട്ട് വരുവാണ്. അങ്ങനെ വരുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്? അത് ഈ കാസ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. കാസ്റ്റിന്റെ റിജിഡിറ്റിനെ തന്നെ നശിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് എംപവർമെന്റ് ചെയ്യുന്ന സമയത്ത് ഇവർ എഡ്യൂക്കേഷണലി അതുപോലെ തന്നെ എക്കണോമിക്കലി
ഹൈ ആയിട്ട് വരും. ആ വരുന്ന സമയത്ത് ആണ് ഈ ഇന്റർ കാസ്റ്റ് മാരേജസ് കൂടുതലായിട്ട് നടക്കുന്നത്. അതായത് സോഷ്യലി മാർജിനൈസ്ഡ് ആയിട്ടുള്ള ദളിത് കമ്മ്യൂണിറ്റീസ് പോലുള്ള ആളുകൾക്ക് സാമ്പത്തികവും എഡ്യൂക്കേഷൻസും വരുന്ന സമയത്ത് ഒരു ദളിത് ആയിട്ടുള്ള ഒരു മെൻ ഹൈ സൊസൈറ്റിയിൽ നിൽക്കുന്ന ഒരു ഹൈ കാസ്റ്റിലുള്ള ഒരു വുമണിനെ കല്യാണം കഴിക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ അവർ പഠിക്കാനായിട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ വർക്ക് എൻവയോൺമെന്റിലോ വെച്ച് ആ ഒരു റൊമാൻറ്റിക് റിലേഷൻസ് കൂടാനും ലവ് മാരേജസ് കൂടാനും ഇന്റർകാസ്റ്റ് മാരേജസ് കൂടാനും കാരണമാകുന്നുണ്ട്. ദെൻ വേണമെങ്കിൽ ഒരു ലോ കാസ്റ്റ് വുമൺ ഹൈ കാസ്റ്റ് മെന്നിനെയും വിവാഹം കഴിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇന്റർകാസ്റ്റ് മാരേജസ് എന്താണ് കൂടുകയാണ്. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ഇന്റർകാസ്റ്റ് മാരേജസ് നടക്കുന്നത് എവിടേക്കാണ്? നമ്മുടെ തമിഴ്നാട്, തെലങ്കാന, മഹാരാഷ്ട്ര, കേരള ഈ ഒരു സ്റ്റേറ്റുകളിലാണ്. ഈ 4 സ്റ്റേറ്റിലാണ് ഇന്റർകാസ്റ്റ് മാരേജസ് കൂടുതലും. അതുപോലെ തന്നെ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് ഇതേ സ്റ്റേറ്റുകളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഹൊണർ കില്ലിങ്സ് നടക്കുന്നത്. ദുരഭിമാന കൊലകൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് തമിഴ്നാട്, തെലങ്കാന, മഹാരാഷ്ട്ര അതുപോലെ തന്നെ കേരള സ്റ്റേറ്റുകളിലാണ്. അതായത് ഇവിടെ എടുത്തു പറയുന്നത്, അതായത് നമ്മുടെ ഒരു തമാശ ആയിട്ട് പറയാൻ പറ്റുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൊണർ കില്ലിങ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് കാസ്റ്റ് കൂടുതലുള്ള സ്റ്റേറ്റുകളിലല്ല. കാസ്റ്റിനെ നശിക്കണം അല്ലെങ്കിൽ കാസ്റ്റ് ഇല്ലാതാവണം, കാസ്റ്റിന്റെ റിജിഡിറ്റി കുറയണം എന്ന് പറയുന്ന സ്റ്റേറ്റുകളിലാണ് ഹോണർ കില്ലിംഗ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് എന്നാണ് ഈ ഒരു എക്സ്പ്ലെയിനില് ഒരു ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റിൽ അവരെടുത്ത് പറയുന്നത്. ഇപ്പൊ തമിഴ്നാട്ടിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുകളെല്ലാം കാസ്റ്റ് വേണ്ട എന്നൊക്കെ പറയും, പബ്ലിക്കലി പറയുന്ന ആളുകളാണ്. ബട്ട് അവര് പോയിട്ട് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് കൂടുതൽ കാസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു ത്വര ഇപ്പൊ നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റും. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്താണ്, നമുക്ക് മാസ്ക് ഉണ്ട്. അതായത് ഒരാൾക്ക് ഫേക്ക് അക്കൗണ്ടുകൾ വഴി പലതും ചെയ്യാം. അപ്പൊ അത് ആരാ പറയുന്നതെന്ന് അറിയുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം മുതലായിട്ടുള്ള സോഷ്യൽ മീഡിയാസ് വഴി പല രീതിയിൽ പല കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പബ്ലിക്കലി കാസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞാലും ബട്ട് സോഷ്യൽ മീഡിയ പരമായിട്ട് അവരിത് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. ദെൻ സോഷ്യൽ കസ്റ്റംസ് എന്താണ്, ഫ്രം ഫാമിലി കടന്നു വന്നുകൊണ്ടിരിക്കുകയെന്നുണ്ട്. അപ്പൊ അതിനെ കുറയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഫാമിലിയുടെ റോള് ഹൈ ആയിട്ടിരിക്കുന്നോളം കാലം ഈ പറയുന്ന കാസ്റ്റ് സിസ്റ്റത്തെയോ അല്ലെങ്കിൽ ഹൊണർ കില്ലിങ്ങിനെയോ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റില്ല. പക്ഷെ ഈ റിച്വൽസ് ഒക്കെ എന്താണ് വളരെയധികം വീക്കൻ ചെയ്തു വരുന്നുണ്ട്. നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത്, ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് മോഡേൺ അല്ല, ട്രഡീഷണൽ അല്ല, ഇതിന്റെ രണ്ടും നടുക്ക് നിൽക്കുന്ന ഇതാണ്. അപ്പൊ ഒരു ചേഞ്ചിങ് സൊസൈറ്റിയാണ്. അപ്പൊ നമുക്കത് മാറ്റം കൊണ്ടുവരാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ സൗത്ത് കൊറിയ, ജപ്പാൻ പോലുള്ള കൺട്രീസിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന ട്രഡീഷൻസ് വളരെ കുറഞ്ഞു വരുന്നു, മാരേജുകൾ കുറവാണ്, അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി റേറ്റുകളൊക്കെ കുറഞ്ഞു വരുന്നു. അതായത് ഇൻഡിവിജ്വലിന് കൂടുതൽ ആളുകൾ ഇമ്പോർട്ടന്റ് കൊടുക്കാനായിട്ട് തുടങ്ങുന്നു. ഫാമിലി ട്രഡീഷൻസിനേക്കാൾ ഉപരി ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റൈറ്റ്സിനെ, അവരുടെ ഡെവലപ്മെന്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ള ന്യൂസുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഈ ഒരു സിസ്റ്റം, ഒരു ചേഞ്ച് നമ്മുടെ ന്യൂ മോഡേൺ റിലേഷൻഷിപ്സ് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിലും കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതായത് കോഹാബിറ്റേഷൻ, സിംഗിൾ ലിവിങ്, സെൽഫ് പാരന്റിങ്, അതുപോലെ തന്നെ ലിവിങ് ടുഗദർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇതൊക്കെ നമുക്ക് നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തിനെ മാറ്റാനും നമ്മുടെ ഈ പറയുന്ന ഹോണർ കില്ലിംഗ് പോലുള്ള സാധനങ്ങൾ കുറയ്ക്കാനൊക്കെ ആയിട്ട് പറ്റും എന്നാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ആർട്ടിക്കിള് എക്സ്പ്ലെയിനിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ് അബൌട്ട് ജെല്ലി ഫിഷ്. ഈ ജെല്ലി ഫിഷസ് ന്യൂക്ലിയർ പവർ പ്ലാന്റുകളെ നശിപ്പിക്കുന്നുണ്ട് എന്നൊരു ന്യൂസ് ആണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ജെല്ലി ഫിഷ് ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ നശിപ്പിക്കുന്നത് പറയുന്നത്? ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളൊക്കെ ഒരു വാട്ടർ റിസോഴ്സിന് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. കാരണം ആ ഒരു സിസ്റ്റത്തില് നമ്മൾ എന്താണ്, ന്യൂക്ലിയർ ഫിഷൻ, ഫ്യൂഷൻ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ കൂടുതലായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹീറ്റിനെ റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കൂളിംഗ് ഏജന്റ് ആവശ്യമാണ്. ഈ കൂളിംഗ് ഏജന്റ് ആയിട്ട് നമ്മൾ എന്താണ്, വാട്ടർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു റിവർ സിസ്റ്റം അല്ലെങ്കിൽ കോസ്റ്റൽ സിസ്റ്റത്തിന്റെ അടുത്താണ് നമ്മൾ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ പൈപ്പിൽ കൂടെ ഈ ജെല്ലി ഫിഷസ് പോവാനും അവർ ഈ പറയുന്ന പ്ലാന്റിന്റെ പൈപ്പിൽ ക്ലോഗ് ചെയ്തിരുന്ന് അതിനെ നശിപ്പിക്കാനും കാരണമാവുന്നു. അപ്പൊ വാട്ടർ പൈപ്പിൽ ക്ലോഗ് ചെയ്തിരിക്കുമ്പോ എന്താ പറ്റുക, അവിടെ വാട്ടർ ഉപയോഗിക്കാനായിട്ട്, കൂളന്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ ആ ഒരു ഹീറ്റ് കൂടും.
മോഡറേറ്റർ ഉപയോഗിക്കാൻ പറ്റില്ലാണ്ടാവും, കൂളിംഗ് ഏജന്റ് ഉപയോഗിക്കാൻ പറ്റാണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് അത് ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ ആ ഒരു പ്രവർത്തനത്തിനെ തന്നെ ബാധിക്കും. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ജപ്പാനില്, സ്കോട്ട്ലാൻഡില്, അതുപോലെ തന്നെ സ്വീഡനിലൊക്കെ ഇങ്ങനെ ജെല്ലി ഫിഷസുകൾ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾക്ക് ദോഷം വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെ ന്യൂക്ലിയർ പവർ പ്ലാന്റിലേക്ക് വരണേന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ ജെല്ലി ഫിഷിന്റെ ഈ ഒരു ഇത് കൂടാനായിട്ട് കാരണം എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ്, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവുമ്പോൾ പ്ലാങ്ക്ടൻസ് എന്ന് പറയുന്ന സ്പീഷീസ്, പ്ലാങ്ക്ടൻസ് കൂടും. ഈ പ്ലാങ്ക്ടൻസിനെയാണ് കൂടുതൽ ഈ ജെല്ലി ഫിഷസ് ഒക്കെ കഴിക്കുന്നത്. അപ്പോൾ അത് കൂടുന്ന സമയത്ത് ജെല്ലി ഫിഷിന്റെ പോപ്പുലേഷൻ ഓൾസോ കൂടും. ടെമ്പറേച്ചർ കൂടുന്നത് ഇവരുടെ റീപ്രൊഡക്ഷന് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓവർ ഫിഷിംഗ് കൂടുന്ന സമയത്ത് ജെല്ലി ഫിഷസിന്റെ പോപ്പുലേഷൻ കൂടാനായിട്ട് കാരണമാകുന്നു. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പൊല്യൂഷൻ, ഇതൊക്കെ എല്ലാം തന്നെ എന്താണ് ജെല്ലി ഫിഷിന്റെ പോപ്പുലേഷൻ കൂടുന്നതിന് കാരണമാവുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഈ ജെല്ലി ഫിഷ് എന്താ ഇന്ന് ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ ദിബ്രു സൈക്കോവ നാഷണൽ പാർക്കിനെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ന്യൂസ് ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിബ്രു സൈക്കോവ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ആസാമിൽ ഉള്ളൊരു നാഷണൽ പാർക്കാണ്. ഇതൊരു റിവറൈൻ എക്കോസിസ്റ്റം ആണ്. നമ്മുടെ ബ്രഹ്മപുത്ര റിവറിനും ദിബ്രു റിവേഴ്സിന്റെ ഇടയിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു റിവറൈൻ എക്കോസിസ്റ്റം ആണ് ഈ പറയുന്ന ദിബ്രു സൈക്കോവ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ DSNP എന്ന് പറയുന്നത്. ഇവിടെ 2 ഇൻവേസീവ് സ്പീഷീസ്, അതായത് പുറത്തുനിന്ന് വന്നിട്ടുള്ള പ്ലാന്റ് സ്പീഷീസ് ആണ്. ആസാമിൽ അതിനെ നമ്മൾ സിംലു അതുപോലെ തന്നെ അജാർ എന്നാ പറയുന്നത്. ഈ 2 ഇൻവേസീവ് സ്പീഷീസ് വന്നിട്ട് അവിടുത്തെ എക്കോസിസ്റ്റത്തിനെ തന്നെ നശിപ്പിച്ചു. ആ ഒരു എക്കോസിസ്റ്റം നശിപ്പിച്ചിട്ട് ഇത് കൂടുതൽ വളരാനായിട്ട് തുടങ്ങി. നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ, ഇതുമായി ബന്ധപ്പെട്ടല്ല, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ് കുളവാഴ എന്ന് പറയുന്നത്. ഈ സാധനം വന്ന് നമ്മുടെ അടുത്തുള്ള കുളങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനം വന്നിട്ട് അത് നശിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ അതാണ് സെയിം വർക്കിംഗ് ഓഫ് ദീസ് ഇൻവേസീവ് സ്പീഷീസ്. ഇത് ഈ ഒരു റിവറൈൻ എക്കോസിസ്റ്റത്തിനെ നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പ്രിലിംസ് പെർസ്പെക്റ്റീവില് നമ്മുടെ ദിബ്രു സൈക്കോവ നാഷണൽ പാർക്കിനെ കുറിച്ച് നോക്കേണ്ടതാണ്. അത് എവിടെയാ വരുന്നത്? ആസാമിലാണ് ദിബ്രു സൈക്കോവ നാഷണൽ പാർക്ക് വരുന്നത്. 1999 നമ്മൾ അതിന് നാഷണൽ പാർക്കായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. 1997 ഇതെന്താണ്, ഒരു ബയോസ്ഫിയർ റിസർവ് ആണ്. ഇവിടുത്തെ മെയിൻ ഡോമിനേറ്റഡ് ആയിട്ടുള്ളത് ഫോറസ്റ്റ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് വെറ്റ്ലാൻഡ്, ഗ്രാസ് ലാൻഡ്, സെമി എവർഗ്രീൻ ഫോറസ്റ്റ് ഒക്കെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നത്. ദെൻ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഫെറൽ ഹോഴ്സ്. ഈ ഫെറൽ ഹോഴ്സിന്റെ ഓൺലി ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ ദിബ്രു സൈക്കോവ നാഷണൽ പാർക്കാണ്. എബൌട്ട് ഒരു 200ഓളം വൈൽഡ് ഹോഴ്സ്, നമ്മുടെ വേൾഡ് വാർ ടൈമിൽ കുറച്ച് പരിക്കുകളൊക്കെ പറ്റിയ ഈ ഹോഴ്സുകളെ അവര് ഉപേക്ഷിച്ചത് ഇവിടെയാണ്. ഈ ഒരു ഫെറൽ ഹോഴ്സസിനെ കാണപ്പെടുന്നത് ഈ ഒരു നാഷണൽ പാർക്കാണ്. ഇതിന്റെ IUCN സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണ്. അതുപോലെ തന്നെ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ബംഗാൾ ഫ്ലോറിക്കൻ, ഹോഗ് ഡീർ, അതുപോലെ തന്നെ സ്വാമ്പ് ഡീർ, ബ്ലാബർ ഒക്കെ, ഗ്രാസ് ബ്ലാബർ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു നാഷണൽ പാർക്കിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതാണ് ഈ ഒരു ന്യൂസ് ആർട്ടിക്കിളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ പാർലമെന്റിൽ കുറച്ച് ബില്ലുകളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഡിക്ലെയർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പാസ് ചെയ്തൊരു ബില്ലാണ് ജൻ വിശ്വാസ് അമെൻമെന്റ് ബിൽ എന്ന് പറയുന്നത്. അത് മെയിൻലി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബില്ലാണ് ജൻ വിശ്വാസ് അമെൻമെന്റ് ബിൽ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചെറിയ രീതിയിലുള്ള മൈനർ ആയിട്ടുള്ള ഒഫൻസുകളൊക്കെ ചെയ്യുന്നത് ഡീക്രിമിനലൈസ് ചെയ്യുവാണ് ഈ ഒരു ബില്ല് വഴി ചെയ്യുന്നത്. എന്തിനാണ്? നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടാനായിട്ട്. ഡീക്രിമിനലൈസിങ് റാഷണലൈസിങ് ഒഫൻസ് ടു ഫർദർ എൻഹാൻസ് ട്രസ്റ്റ് ബേസ്ഡ് ഗവൺമെന്റ് ഉണ്ടാക്കുക. എഫേർട്ട് ടു ഇംപ്രൂവ് കൺട്രീസ് ബിസിനസ് ക്ലൈമറ്റ് കൂട്ടുക. ഇതൊരു 2023 നമ്മൾ ഇതുപോലെ തന്നെ ജൻ വിശ്വാസ് ആക്ട് കൊണ്ടുവന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ചെറിയ രീതിയിലുള്ള ബില്ലുകൾ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ ആക്ട്, അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ആക്ട്, അങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള ആക്ടുകളിലൊക്കെ കുറച്ച് കൺസെഷൻസ് കൊടുക്കാം. അതായത് പുതിയ ആളുകളുടെ സംരംഭങ്ങളൊക്കെ ബെനിഫിറ്റ് ചെയ്യാവുന്ന രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു ബില്ലാണ് ജൻ വിശ്വാസ് ബിൽ എന്ന് പറയുന്നത്.
അപ്പൊ അത് നമ്മൾ ലോകസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളൊരു ന്യൂസാണ് വന്നിരിക്കുന്നത്. ദെൻ അത് റിലേറ്റഡ് പാസ്സാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് നോക്കാം. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബില്ല് രാജ്യസഭയിൽ പാസ്സാക്കിയിരിക്കുന്നത് ഇന്ത്യൻ പോർട്ട് ബില്ലാണ്. ഇന്ത്യൻ പോർട്ട് ബിൽ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ പോർട്ട് ആക്ട് ഉണ്ട്, 1908 ഇന്ത്യൻ പോർട്ട് ആക്ട്. അത് വന്നതിന് ശേഷം നമ്മൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കൊണ്ടുവരുന്ന മറ്റൊരു ബില്ലാണ് ഇന്ത്യൻ പോർട്ട് ബിൽ 2025 എന്ന് പറയുന്നത്. ഇത് എവിടെയാണ്? രാജ്യസഭയിലാണ് പാസ്സാക്കിയിരിക്കുന്നത്. ഇതെന്താണ്? നമ്മുടെ 21st സെഞ്ച്വറിക്ക് മാരിടൈം സെക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൊരു ബില്ലാണ്. ഇവിടെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാരിടൈം സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കൗൺസിൽ ഇതിന്റെ ഭാഗമായിട്ട് യൂണിയൻ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യും. എന്തിനാണ്? ഫോർ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ എന്തിനാണ്? അവരുടെ ഗ്രോത്ത് നോക്കുക, അതുപോലെ തന്നെ കോമ്പറ്റീഷൻ എഫിഷ്യൻസി, ഈ പറയുന്ന പോർട്ടിന്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ഒരു അസോസിയേഷൻ മാരിടൈം സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കൗൺസിലിനെ കൊണ്ടുവരുന്നത്. ഇതുവഴി കൊണ്ടുവന്നിട്ടുള്ള മെയിൻ മാറ്റം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന് പുതിയ പോർട്ട് കൊണ്ടുവരുന്നത് അനൗൺസ് ചെയ്യാം, അതുപോലെ തന്നെ ആവശ്യത്തിനനുസരിച്ചിട്ട് ആ ഒരു പോർട്ടിന്റെ വലിപ്പം കൂട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഏരിയ കൂട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ബില്ല് വഴി ചെയ്യാനായിട്ട് പറ്റും. അങ്ങനത്തെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ അഡ്രസ്സിംഗ് പൊല്യൂഷൻ കൺട്രോൾ ആൻഡ് എൻവയോൺമെന്റൽ കൺസേൺസ്, എൻഷുറിംഗ് കംപ്ലൈൻസ് വിത്ത് ഇന്റർനാഷണൽ മാരിടൈം ഒബ്ലിഗേഷൻ, അതുപോലെ തന്നെ ഫെസിലിറ്റേറ്റിംഗ് ഇന്റഗ്രേറ്റഡ് പോർട്ട് ഡെവലപ്മെന്റ്, എൻഹാൻസിംഗ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻ ദ പോർട്ട് സെക്ടർ. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു മെയിൻ എയിമുകൾ എന്ന് പറയുന്നത്. ഒരു നല്ലൊരു ബില്ലാണ് ഇന്ത്യൻ പോർട്ട് ബിൽ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ പോളിറ്റിയിലെ തന്നെ പോളിസീസ് ആൻഡ് ഇന്റർവെൻഷൻസ് ഇൻ വേരിയസ് സെക്ടേഴ്സിൽ വരുന്ന ഒരു ബില്ലാണത്. ദെൻ നമുക്ക് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിലെ ഇന്ത്യയുടെ കൾച്ചർ, അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ, മാരേജ് റിലേറ്റഡ് ആയിട്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുള്ളൊരു ന്യൂസ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഒരു കേസ് സ്റ്റഡി അങ്ങനെയൊക്കെ ഉള്ളത് നോക്കാം. ഒരു ജ്യോതിധാര ട്രഡീഷനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഹിമാചൽ പ്രദേശിലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഹട്ടി കമ്മ്യൂണിറ്റി. ഈ ഹട്ടി കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ നിൽക്കുന്ന ഒരു മാരേജ് സിസ്റ്റമാണ് ജ്യോതിധാര എന്ന് പറയുന്നത്. ജ്യോതിധാര സിസ്റ്റം എന്ന് പറയുന്നത് അതായത് 2 ബ്രദേഴ്സ്, ഒരു കോമൺ വൈഫ്, ഒരു വൈഫിന് 2 ബ്രദേഴ്സ് കൂടിയിട്ട് മാരേജ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ജ്യോതിധാര എന്ന് പറയുന്നത്. ഇത് മെയിൻലി എന്താണ്? പോളിയാൻഡ്രി എന്നാണ് പറയുന്നത്. അതായത് ബഹുഭർത്തൃത്വം, ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരുണ്ടാവുന്നതിനെയാണ് നമ്മളിത് പോളിയാൻഡ്രി എന്ന് പറയുന്നത്. ഇത് നിലനിൽക്കുന്ന എവിടെയാണ്? ഹിമാചൽ പ്രദേശിലെ ഹട്ടി ട്രൈബിന്റെ ഇടയിലാണ് ഈ പറയുന്ന ജ്യോതിധാര എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം നിലനിൽക്കുന്നത്. ഈ ഒരു ഇതിനെ നമ്മൾ ജഡ്ജ എന്ന് പറയും. ഈ ഇവരുടെ വെഡിങ് ട്രഡീഷനെ ജഡ്ജ എന്നും പറയുന്നുണ്ട്. ദെൻ ഇത് മെയിൻലി പറയുന്നത് ആൻഷ്യൻ ടൈമില് മുതലേ ഉള്ള ഒരു പ്രാക്ടീസ് ആണ്. അതായത് പണ്ട് കാലത്ത് പോവർട്ടി, അതുപോലെ തന്നെ സ്ഥലം, ആൻഷ്യന്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കൈമറിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു ഭാര്യനെ വിവാഹം കഴിക്കും. അപ്പൊ അങ്ങനെ അവരുടെ ആ ഒരു സ്വത്ത് കാര്യങ്ങളൊക്കെ സംരക്ഷിക്കാനായിട്ട് പറ്റും. അങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടിൽ വന്നിട്ടുള്ളൊരു മാരേജ് ആണ്. പക്ഷെ പണ്ട് കാലത്ത് ഇങ്ങനത്തെ മാരേജസ് കുറെ ഉണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ അങ്ങനത്തെ മാരേജസ് ഒന്നും ഇല്ല. നമ്മുടെ സ്പെഷ്യൽ മാരേജസ് ആക്ട്, ഹിന്ദു മാരേജ് ആക്ട് 1955, അതുപോലെ തന്നെ BNS പ്രകാരം പോളിയാൻഡ്രി, അതുപോലെ തന്നെ നമ്മൾ പോളിഗമി എന്നൊക്കെ പറയുന്നത് എന്താണ്? ക്രിമിനലൈസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതെന്താണ്? ഇതൊരു ST കമ്മ്യൂണിറ്റിന്റെ ഇടയിൽ വന്നിട്ടുള്ള ഒരു ഇതായതുകൊണ്ട് തന്നെ ഇതിനെതിരെ ക്രിമിനൽ ഒഫൻസുകളൊന്നും തന്നെ വരുന്നില്ല. അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് നമ്മൾ എത്തനോൾ ബ്ലെൻഡിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. എത്തനോൾ എന്താണ്, അതുപോലെ തന്നെ എന്തൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എത്തനോൾ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് എത്തനോൾ ഉണ്ടാക്കുന്നത്, അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇമ്പാക്റ്റുകൾ എന്താണ്, പോസിറ്റീവ് ഇമ്പാക്ട്, നെഗറ്റീവ് ഇമ്പാക്ട് എന്താന്നൊക്കെ നമ്മൾ നോക്കി. ദെൻ രണ്ടാമത് നമ്മൾ ഹൊണർ കില്ലിങ്ങിനെ കുറിച്ചാണ്. ഹൊണർ കില്ലിങ്ങിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ തേർഡില് നമ്മുടെ ജെല്ലി ഫിഷസ്
എങ്ങനെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് നശിപ്പിക്കുന്നു എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേരിയസ് ബില്ല് പാർലമെന്റിൽ പാസ്സാക്കിയിട്ടുള്ള വേരിയസ് ബില്ലുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. പോർട്ട് ബില്ലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മുടെ ദിബ്രു സൈക്കോവ നാഷണൽ പാർക്കിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് അടുത്ത ലാസ്റ്റ് നമ്മൾ ജ്യോതിധാര ട്രഡീഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഞാൻ എഡിറ്റോറിയൽസിന്റെയും എക്സ്പ്ലെയിൻ്റെയും ഒക്കെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. ദെൻ ന്യൂസ് പിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഞാൻ എത്തനോൾ ബ്ലെൻഡിങ് പിക്ക് ചെയ്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ന്യൂസ് കണ്ടാൽ മനസ്സിലാവും അത് വളരെ റിപ്പീറ്റിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് ആർട്ടിക്കിൾ ആണ്. ഒന്നിൽ കൂടുതൽ ആഴ്ചയായിട്ട് 3-4 പ്രാവശ്യമായിട്ട് നമ്മുടെ ന്യൂസിൽ വരുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. അപ്പൊ അതിനെന്താണ് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി ഇൻ കേസ് ഒരു ദിവസം ഒന്നും നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ വായിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് വിഷമിക്കേണ്ടതായിട്ടില്ല. കാരണം ഇപ്പൊ ഇന്ന് ഞാൻ സ്കിപ്പ് ചെയ്യുന്ന ന്യൂസ് എങ്ങനെ വന്നാലും നാളത്തെ ഒരു ന്യൂസ് പേപ്പറിൽ ഉണ്ടാവും, മറ്റൊന്നൊരു ന്യൂസ് പേപ്പറിൽ ഉണ്ടാവും. അതുകൊണ്ട് ഒരു ദിവസം ഇപ്പൊ വൈകായിക വന്നു അതുകൊണ്ട് ന്യൂസ് വായിച്ചില്ല എന്ന് കരുതിയിട്ട് പ്രശ്നമില്ല. പക്ഷെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വായിക്കുമ്പോഴാണ് നമ്മുടെ വായന നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. ഒരു ദിവസം ഒന്നും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വായിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ അത്ര വലിയ പ്രശ്നമല്ല. കാരണം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ടോപ്പിക്സ് വരും. ബട്ട് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ UPSC പ്രിപ്പറേഷനിൽ ഓൾ ടുഗദർ നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ന്യൂസ് പേപ്പർ അനാലിസിസ് കണ്ടിന്യൂസ്ലി കാണുക, ന്യൂസ് ഒക്കെ വായിക്കുക. ഇനി നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം. അതുവരേക്കും ബൈ.